ഞങ്ങളിവിടെ ജോയിൻ ചെയ്തപ്പോഴേ ദിയ ചേച്ചി പറഞ്ഞു ബാങ്കിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് പേയ്മെൻ്റ് എല്ലാം ഞങ്ങളുടെ അക്കൗണ്ട് ത്രൂ മതിയെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലായിട്ട് പൈസ വന്നത്. ഈ വന്ന പൈസയെല്ലാം ഞങ്ങൾ ATM നിന്ന് എടുത്തിട്ട് അടുക്കള വഴി ദിയ ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സാറേ, അല്ലാതെ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല സാറേ. കയ്യോടെ പിടിച്ചപ്പോൾ 3 പേരുടെ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. 69 ലക്ഷം, എത്ര 1 2 അല്ല, 69 ലക്ഷം രൂപ പറ്റിച്ചു. ഒരു സ്ഥാപനത്തിൽ വിശ്വസിച്ചേൽപ്പിച്ച് ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ ഒറ്റയടിക്ക് മുക്കിയിട്ട് കൈയോടെ പിടിച്ചപ്പോൾ പോലീസിനോടും മീഡിയയോടും പറഞ്ഞതാണ്. അത്രത്തോളം വിശ്വസിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ദിയ പ്രഗ്നൻസി പീരീഡിലാണ്. ഇപ്പോൾ ഏതാണ്ട് ഡെലിവറി ഡേറ്റ് അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ല ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുപെട്ടിരിക്കുന്നത്. ശരി, ഓക്കെ, പിടിച്ചു, തെളിവ് ഉൾപ്പെടെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീഡിയയുടെ മുമ്പ് വന്നിട്ട് വിളമ്പിയതാണ്. ടാക്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സാറേ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരാൻ ദിയ ചേച്ചി തന്നെയാണ് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ക്യാഷ് എടുത്തു, അടുക്കളയിൽ കൊണ്ടുവച്ചു. ചേച്ചി വൈകുന്നേരം ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുക്കള വഴി വന്ന് പൈസ മേടിച്ചിട്ട് വീട്ടിൽ പോയി. വിത്ത് വീഡിയോ പ്രൂഫ് അവരുടെ കയ്യിൽ. ഇവർ കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ പ്രൂഫ് കയ്യിലിരിക്കെ ഇവർ മീഡിയയുടെ മുമ്പിൽ എന്ത് ധൈര്യത്തിൽ വന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കൃഷ്ണകുമാറും 5 മക്കളും ഭാര്യയും കൂടി ചേർന്ന്, മൊത്തം ഇവർ 5 മക്കളെന്ന് 4 മക്കളും ഭാര്യയും കൂടി ചേർന്നിട്ട്, അതായത് മൊത്തം ഇവർ 6 പേര് കൂടി ചേർന്നിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയി, പൂട്ടിയിട്ടു, ഫോൺ പിടിച്ച് മേടിച്ച് വെച്ച് ഹരാസ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സിന്ധു കൃഷ്ണകുമാറിൻ്റെ ചാനലിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ എന്തൊക്കെയാണോ പറഞ്ഞ് ചീട്ട് കൂട്ടാനും കെട്ടിക്കൊണ്ട് വന്നത് അതിനെല്ലാം ഒറ്റയടിക്ക് താഴെ ഇടുന്ന ഒരു വീഡിയോ ആണ് സിന്ധു കൃഷ്ണകുമാർ ഇന്ന് റിലീസ് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തു വിട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവർ എന്തൊക്കെയായിരുന്നു വീഡിയോയോട് പറഞ്ഞു വെച്ചിരുന്നതെന്നുള്ളൊരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാം. ദിയ മാം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ല. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങളുടെ 3 പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർ 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ട് ആ വീഡിയോ എടുപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് അവരുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം, മൊത്തം 8 ലക്ഷം രൂപ മേടിച്ചെടുത്തത്. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. സംഭവത്തിൻ്റെ എല്ലാം തുടക്കം ഈ വിനീത എന്ന് പറയുന്ന ഈ സ്ത്രീ, അവർ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഓസിയുടെ അതായത് ഇഷാനിയുടെ ആണെന്ന് തോന്നുന്നു, ഒരു ഫ്രണ്ട് ഓസിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ക്യാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയോ എന്നുള്ളത്. ആ സമയത്താണ് ശരിക്കും ദിയ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൈസ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇവരത് ഡൗട്ട് അടിച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ സ്റ്റാഫ് ബിസി, ഈ ഇൻഫോം ചെയ്ത കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവരും ബിസി. അപ്പോൾ ഓക്കെ, ഇവർക്ക് വീണ്ടും സ്ട്രൈക്കായിട്ട് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതും ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നതും. ആദ്യം 2000 രൂപ എടുത്തിട്ടുണ്ട്, 2-3 തവണയായിട്ട് 2000 രൂപ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്
പോകെയാണ് എമൗണ്ടിൻ്റെ വലിപ്പം ഇവർക്ക് മനസ്സിലാവുന്നത്. ഇതിലിപ്പോൾ പോലീസ് ചെക്ക് ചെയ്ത സമയത്ത് ഇവളുമാരുടെ അക്കൗണ്ടിൽ മൂന്ന് പേരുടെ അക്കൗണ്ടിൽ 10-12 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ വന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. എന്ന് ആലോചിക്കുക, 10-12 ലക്ഷം രൂപയൊക്കെ ഒരു മാസത്തിൽ ഇവർ അവിടെ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ 69 ലക്ഷം എന്ന് ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതിയത് തള്ളായിരിക്കും. മീൻസ് ഫസ്റ്റ് ഈ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ കരുതിയത് 69 ലക്ഷവും ഇത്രയൊക്കെ ഉണ്ടാവുമോ, വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി ഇവർ കാണിച്ചപ്പോൾ ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് കയറ്റി പറയുന്നതാണെന്നാണ് സത്യത്തിൽ ഞാൻ കരുതിയത്. പക്ഷേ ഇത് പിന്നെ ന്യൂസ് പുറത്ത് വന്ന സമയത്ത് മാസം ഇവരുടെ അക്കൗണ്ടിൽ 10-12 ലക്ഷം രൂപയായിട്ടൊക്കെ വന്നിട്ടുള്ളതായിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇവർക്ക് എതിരെ കേസ് കൊടുത്തു എന്ന് മനസ്സിലായ സമയത്ത് ഒരു കൗണ്ടർ കേസ് ഇവർക്കെതിരെ കൃഷ്ണകുമാറിനും മക്കൾക്കും ഭാര്യയ്ക്കും എതിരായിട്ട് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം നടക്കുന്നത് 28-ാം തീയതി. 30-ാം തീയതിയാണ് ഇവർ വിളിച്ചു വരുത്തി എല്ലാവരും കൂടിയായിട്ട് സംസാരിച്ച് ഇവർ എടുത്തതായിട്ട് സമ്മതിച്ചു. 8 ലക്ഷം രൂപയൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിയുന്നത്. അന്ന് നൈറ്റ് ദിയെ ഈ കൂട്ടത്തിലൊരുത്തിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്തിയ സമയത്ത് കൃഷ്ണകുമാർ തിരിച്ച് അവരോട് സംസാരിച്ച് അത് തീർച്ചയായിട്ടും നൈറ്റ് ടൈം ഒരു മോളെ വിളിച്ച്, അത് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പറ്റിപ്പ് നടത്തിയതിന് ശേഷം വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ചവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് നമുക്ക് ഊഹിക്കാമല്ലോ, കാരണം നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. അന്ന് വിളിച്ചത് പക്ഷേ ഇവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് അവിടെ തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ഇവരുടെ കള്ളം പൊളിയുന്നത്. 8 ലക്ഷം കൊടുത്തതിൻ്റെ റെസിപ്റ്റിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോയി പിടിച്ച പൈസയ്ക്ക് റെസിപ്റ്റ് ആരെങ്കിലും ചോദിക്കും. ബാലൻസ് പൈസ കൊടുക്കാനിരിക്കെ ഈ കൊടുത്ത 8 ലക്ഷത്തിന് ഒരു പ്രൂഫ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ റെസിപ്റ്റ് ചോദിച്ചത്. അവിടെ തന്നെ ഇവരെ തട്ടിക്കൊണ്ടുപോയി ക്യാഷ് പറ്റിച്ച് പിടിച്ച് മേടിച്ചു എന്ന് പറയുന്ന കള്ളം പൊളിയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ അതിനുശേഷം 31-ാം തീയതിയാണ് ഇവർ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ദിയെ കൃഷ്ണകുമാറും കൊണ്ട് കേസ് കൊടുക്കുന്നത് ഇവർക്കെതിരെ. അത് 2-ാം തീയതിയാണ് ഇവർ കേസ് കൊടുത്തത്. ഇവരെ തട്ടിക്കൊണ്ടുപോയി ഇവരെ ഹരാസ് ചെയ്തു, ഇവരെ പിടിച്ചു വെച്ച്, ഇവരെ ഭീഷണിപ്പെടുത്തി, ഇവരുടെ അനുവാദമില്ലാതെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തു, ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്രയും പരാതി അത് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു. ഏറ്റവും വലിയ വിക്ടിം കാർഡ് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു. എനിക്ക് തോന്നുന്നു ആ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറയാനുള്ള റീസൺ പണ്ട് കൃഷ്ണകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇല കുത്തിയിട്ട് മറ്റേ കുഴി കുത്തി ഇലയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണകുമാറിന് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോഴും കൃഷ്ണകുമാർ അവിടെ നിന്ന് വന്നിട്ടില്ല, ഇപ്പോഴും ജാതീയ ചിന്ത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് നമ്മളൊന്ന് എല്ലാവരും കൃഷ്ണകുമാറിനെ ഒന്ന് സൈബർ അറ്റാക്ക് നന്നായിട്ട് എല്ലാവരും ട്രോൾ ചെയ്തായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, കാരണം അങ്ങനെ ഓൾറെഡി ഒരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ട് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, പോയി അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് അങ്ങനെ ഉള്ളതാന്ന് പറഞ്ഞിട്ട് അവരുടെ മണ്ടയ്ക്ക് അങ്ങനെ ഒന്ന് വെക്കാമെന്ന് നോക്കി. അത് ഒത്തില്ല. പിന്നെ പിടിച്ച് തട്ടിക്കൊണ്ടുപോയി ഇവരെ പിടിച്ചു വെച്ചിരുന്നു, ബലമായിട്ട് പിടിച്ച് ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, ഫോൺ പിടിച്ച് മേടിച്ചു, ഇവർക്ക് തിന്നാനും കുടിക്കാനും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഇന്നലെ സിന്ധു കൃഷ്ണകുമാർ ഒരു വീഡിയോ ഇട്ടതോടെ അതും ഒത്തില്ല, പൊളിഞ്ഞു, നല്ല വൃത്തിക്ക് പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ദിയ ഇവരെ ഹരാസ് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ പുറത്തു വിട്ട് ഒത്തില്ല. അതിലും നല്ല വൃത്തിക്ക് തേഞ്ഞിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ദിയ നല്ല കുറച്ച് ദേഷ്യത്തിൽ 1-2 തെറിയൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം വിശ്വസിച്ച് ദിയയുടെ എല്ലാ ഫംഗ്ഷൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്താലും അറിയാം കുട്ടികളല്ല ഇവളുമാർ ആ വീഡിയോയിലെ ഫോട്ടോയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രത്തോളം കെയർ ചെയ്ത് സിസ്റ്റർമാരായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ച്, ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റെസ്റ്റ് വേണ്ട സമയത്ത് ഇവളുമാരെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറ്റിച്ച് നല്ല വൃത്തിക്ക് തേച്ച് ചുമരിലൊട്ടിച്ച് വെക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ആരായാലും ഇങ്ങനെ തന്നെ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവളുമാർ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടുമെന്ന് പേടിച്ചിട്ടാണോ അതോ നോർമലി അങ്ങനെ ആയിട്ടാണോ എന്നറിയത്തില്ല. ദേവ കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് 1-2 തെറികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മാന്യമായിട്ട് സംസാരിച്ചതായിട്ടാണ് നമുക്കത് കേട്ടപ്പോൾ എനിക്ക് വളരെ നോർമലായിട്ടാണ് തോന്നിയത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സംസാരിക്കേണ്ടത്. അതിൽ ദിയ സംസാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ഇവർ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇവർ ഒരു റൂമിലിരുന്നിട്ട് ഇവരെ ഹസ്ബൻഡും എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ട് വിളിക്കുന്നതാണ്. എന്നിട്ട് ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അവരത് ദിയ അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു വിട്ടതാണ്. പക്ഷെ അത് ഇവരുടെ പെട്ടിയിലെ അവസാന അണി ഇവരടിച്ച പോലെ ആയിപ്പോയി. ഞാൻ ആ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. മുഴുവനില്ല, അതൊരു 1/2 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൽ കുറച്ചൊരു ഭാഗം ഞാനിവിടെ കാണിക്കാം. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? ചേച്ചികളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്.
നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ അമാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. നിങ്ങൾ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സുനിച്ചത്. ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 സ്ക്രീൻഷോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അങ്ങോട്ട് പറ ദിവ്യ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും, നമ്മളെല്ലാവരും കൂടെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് പറ ദിവ്യ. അടുത്ത ലാസ്റ്റ് ഇനി ജാതി കാർഡ് ഇറക്കി ഒന്നും നടന്നില്ല. എന്നിട്ടാ ലാസ്റ്റ് എന്നാൽ പിന്നെ ആത്മഹത്യ ഭീഷണി മുഴക്കാന്ന്. അതാകുമ്പോൾ ഇവർ 3 പേരും കൂടെ കയറി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പെടുമെന്ന് പറഞ്ഞിട്ട് ഒഴിയുമല്ലോ. ആത്മഹത്യ ചെയ്യാന്ന് പറ ദിവ്യ പറഞ്ഞില്ലേ? അവളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തൊരു വീഡിയോ കാണിക്കുമ്പോൾ അതിൽ അയ്യോ ചേച്ചി എന്നും പറഞ്ഞിട്ട് ആ നിൽക്കുന്ന നിപ്പൊന്ന് കാണണം. ഇങ്ങനെയിട്ട് ഇപ്പോൾ അവളാ ഇരിക്കുന്ന അവളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം അങ്ങ് കൊടുക്കാൻ തോന്നും. ഇതിൽ പറയുന്നുണ്ട് ചേച്ചി അത് ഞങ്ങൾ സമ്മതിച്ചതാണല്ലോ ചേച്ചിന്ന്. തൊട്ട് മുമ്പേ നമ്മൾ കണ്ട വീഡിയോയിൽ എന്താ പറഞ്ഞാൽ, ഇതെല്ലാം ദിയ മാഡം പറഞ്ഞിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ദിയ മാഡത്തിൻ്റെ അതിൽ ബാങ്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നതാണ്. അത് ഞങ്ങൾ അടുക്കള വഴി എടുത്ത് ദിയ മാഡത്തിന് തന്നെ കൊടുത്ത CCTV ഇല്ലാത്ത ഏരിയയിൽ അത് ഞങ്ങൾ പറഞ്ഞതാണല്ലോ. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇവർ തന്നെ പറയണം അത് ഞങ്ങൾ സമ്മതിച്ചല്ലോ ചേച്ചി. അപ്പം ഇവർ കൗണ്ടർ കേസ് കൊടുത്ത, അതായത് ഇവർ കേസ് കൊടുത്തതിൻ്റെ പേരിൽ കൊടുത്ത കൗണ്ടർ കേസ് ഇനി എന്തായാലും നിൽക്കത്തില്ല, അത് തള്ളിപ്പോവും. അതിനുള്ള പ്രൂഫ് ഓൾറെഡി കൃഷ്ണകുമാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ദിയയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു ആണി കൂടി ഒരു സംഭാവന കൂടി ഇവർ കൊടുത്ത പോലെയാണ് ഈ വീഡിയോ ഇവർ തന്നെ റിലീസ് ചെയ്തത്. കാരണം വ്യക്തമാണ് ദിയയുടെ ഒരു ഫോണിലാണ് സംസാരിക്കുന്നത്. ഈ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. എന്തായാലും ഇവർ തമ്മിൽ ചതിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അവർ പുറത്താക്കില്ലല്ലോ. സോ എന്തായാലും അത് ദിയ ഇവരെ ഭീഷണി ഇനി അങ്ങോട്ട് ഇതുണ്ട്. 6 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ദിയ ചീത്ത വിളിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും പറ്റിക്കപ്പെട്ടവൻ്റെ ഒരു ഇത്രയും വലിയ ഇതിൽ പൈസ പോയതിലുപരി ഇത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് എന്നെ നീ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് ദിയ അതിൽ പോയിന്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ, അവരത്രത്തോളം വിശ്വസിച്ച് ഓക്കെ അവർ ഈ പ്രഗ്നൻസി ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ച് വിടാതെ ഇവരെ വിശ്വസിച്ച് ഇവരെ ഏൽപ്പിച്ചതിൽ അവർ പറ്റിച്ചില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു ഇത്. അപ്പം ഇവരോട് ഫസ്റ്റ് 30-ാം തീയതി ഇവർ വിളിച്ച് ഇവരോട് സംസാരിക്കുന്നതും ഇവരെ കൊണ്ടുപോകുന്നതും ഇവർ കോംപ്രമൈസ് ടോക്ക് നടത്തുന്നതും പൈസ കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. 30-ാം തീയതി തൊട്ടുണ്ട്. ഇതുവരേക്കും അവരത് പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. ഓക്കെ ഇവരുടെ ഭാവി ഇവരുടെ ഭാവിയെ കരുതിയിട്ടാവാം, അതല്ലെങ്കിൽ സമയമാകുമ്പോൾ പുറത്ത് വിടാം എന്നുള്ള ഒരു ചിന്തയിലാവാം. പക്ഷേ അങ്ങനെയൊക്കെ ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും അവർക്കെതിരെ കൊണ്ട് ഞങ്ങളെല്ലാവരെയും കൂടെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. ഈ ധൈര്യം ഞാൻ ചാൾസ് ടോപ്രാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് കാണിക്കാം, അത് കണ്ടു നോക്ക്. ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ കൊടുത്തില്ല, വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടില്ല, ഇവരെ ഫോൺ പിടിച്ച് വെച്ചു, എന്തൊക്കെയാണ് പറയുന്നത്. അഹാന ഉൾപ്പെടെ എല്ലാവർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അയാളെ കൊച്ച് ഹൻസികയ്ക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ അത് ഇപ്പം സിന്ധു കൃഷ്ണകുമാറിൻ്റെ ചാനലിൽ കൂടി അവർ ആ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിലുണ്ട് ഇവർ കൊടുത്ത എല്ലാ കേസും പോകുന്നതിന്. ഞാൻ ആ വീഡിയോ കാണിക്കാം. അല്ല ഇവരെടുത്തിട്ടില്ല, നിങ്ങൾ മാത്രം എടുത്തിട്ട് നിങ്ങൾ എടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ്. അതല്ല നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കാം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ.
1500 കിട്ടിയാൽ എനിക്ക് 500, വിനീതയ്ക്ക് 500, ദിവ്യയ്ക്ക് 500. പക്ഷേ എത്ര എടുത്തു എന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തി അതിലേക്ക് വരവുന്നതും പോകുന്നതും ഒക്കെ വരവ് ചിലവൊക്കെ ആണെങ്കിലും നമ്മൾ കണക്ക് വയ്ക്കും. പക്ഷെ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ നിന്ന് അടിക്കൂട്ടി ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എത്ര അടിച്ചു മാറ്റി എന്നുള്ളത് കണക്ക് വയ്ക്കത്തില്ല. കിട്ടുന്നിടത്തോളം കിട്ടട്ടെ. കാട്ടിലെ തടി തേവരുടെ ആന വലിയട്ടാ വലിയ എന്ന് പറയുന്ന പോലെ കിട്ടുന്നിടത്തോളം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു മാറ്റുന്ന സമയത്ത് എത്ര എടുത്തു അല്ലെങ്കിൽ എത്ര നമുക്ക് അക്കൗണ്ടിലോട്ട് വന്നതെന്ന് നോക്കില്ലല്ലോ. അപ്പോൾ എത്ര വരുന്നു അത് ഡിവൈഡഡ് ബൈ 3 അത്ര തന്നെ. 55,000 രൂപയ്ക്ക് ഒരു ഹോൾസെയിൽ സെയിൽ നടത്തിയത്. ഇവിടുന്ന് ഹോൾസെയിൽ സെയിലും പോകുന്നുണ്ട്. അപ്പോൾ 55,000 രൂപയുടെ പർച്ചേസ് നടത്തിയതിൻ്റെത് മാത്രം ഉണ്ട്. അപ്പോൾ ഈ 10 ലക്ഷമൊക്കെ വരുന്ന ഈ 55,000 വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എമൗണ്ട് ഇങ്ങനെ വരാം. 5 മണി വരെ ഞങ്ങളെ കഷ്ടപ്പെടുത്തി. ഞങ്ങൾ 11 മണി തൊട്ട് 5 മണി വരെ, ആദ്യം 4 മണിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 5 മണി വരെ 6 മണി വരെയൊക്കെ നിർത്തി കഷ്ടപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഇവർ ഒരു കസ്റ്റമർ ക്യാഷ് കാർഡ് ഇവരുടെ അക്കൗണ്ട് ത്രൂ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സ്കാനർ വഴി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ക്യാഷ് തന്നെ വേണം, ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് അവർ ക്യാഷ് എടുത്തിട്ട് വരുന്നവരേക്കും 6 മണി വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ക്യാഷ് മേടിച്ചിട്ട് പോയ ടീംസാണ്. അപ്പോൾ വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്കും CCTVയിൽ അല്ലെങ്കിൽ ഈ ഇതുവഴി പിടിക്കുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കും ക്യാഷ് മേടിച്ചത്. നല്ല വൃത്തിക്ക് എന്തായാലും വിട്ടിട്ടുണ്ട്. ഇവരെ പിടിച്ചു വെച്ചു, ഇവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഹാന ഉൾപ്പെടെ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അടുത്ത അഹാന ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇവരോട് കാര്യങ്ങൾ ചോദിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി ഞാനിവിടെ കാണിക്കാം. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? മനസ്സിലായില്ലേ? അതാരും വിശ്വസിച്ചിട്ടില്ല. കാരണം OCയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈൽ അല്ല പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാൾ പോലും സത്യം പറയുന്നില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ, കൂട്ട് കാണും. പിന്നെ ഒന്നും ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം അതുകൊണ്ട് പോകാനാണ് മനസ്സിലായത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസായിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂ എന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിലെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ ബിരുദ എല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അച്ഛനമ്മമാര് പോലും ഇവർ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം ഒരു പണം 5 ലക്ഷം രൂപ കൊടുക്കുന്ന കംപ്ലൈന്റ് ആക്ച്വലി എടുത്ത് പറയുകയാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു.
ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസികയും ഇഷാനിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഇഷാനിയും കൂടുന്നെങ്കിലില്ലേ ഇവരിത് ചെയ്യില്ലായിരുന്നു. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കില്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. എന്നെ വിളിച്ചു കാർഡ് വർക്ക് ആവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്, കാർഡ് മെഷീൻ ഉണ്ട്. ഞാൻ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ 2-3 5 ഞാൻ പോയി ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളിന്ന് വിളിക്കാം. ഒരു മോശം ഇവിടെ നിന്ന് പോകുന്നു. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട്? പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കയ്യിൽ വെക്കത്തില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടും. തെറ്റ് നീ കാണി. അറിയാൻ ചേച്ചി, തെറ്റ് പറ്റി. അവളാണ് പറഞ്ഞത്. പറ ദിവ്യ അങ്ങോട്ട്. ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് പറ ദിവ്യ. അന്നേരം അവളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടോ? പറ്റി ചേച്ചി, തെറ്റ്. എന്ത് ചെയ്യാനാ ചേച്ചി? അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ടില്ല, അവർക്ക് കുടിക്കാൻ കൊടുത്തിട്ടില്ല, അവരെ 4 മണി വരെ 5 മണി വരെ ഇവർ പിടിച്ചിരുത്തേക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് വേറൊരു പരാതി ഇവർ പറഞ്ഞത്. ഞാൻ വേറൊരു ചെറിയൊരു ക്ലിപ്പ് കൂടെ കാണിക്കാം. അറിയാലോ, ഏറ്റവും കുറഞ്ഞത് ഒരു അതിനുശേഷം അവരൊരു ചെറിയൊരു നോട്ട് കൂടി കൊടുക്കുന്നുണ്ട് ആ വീഡിയോയുടെ എൻഡിൽ. ഇവർ വെള്ളം ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി ചെയ്തിട്ട് പോലും അവരെ കൺസിഡർ ചെയ്യുന്നത് ഹ്യൂമനായിട്ടാണ്. ഓക്കെ, വെള്ളം ആയാലും ജ്യൂസ് ആയിരുന്നാലും കൊടുത്തിട്ട് അവർ വളരെ കൂളായിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇവരെ 4 മണി വരെ 5 മണി വരെ കൊണ്ടുവന്നിരുന്ന് ഹരാസ്മെൻറ്റ് ചെയ്തു, ഇവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വളരെ കൂളായിട്ടാണ് ഇവർ ആ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണിക്കുന്നത്. അതിനൊക്കെ ശേഷം ഇത് 30-ാം തീയതി നടക്കുന്ന സംഭവമാണ്. 30-ാം തീയതി തൊട്ട് ഇവരുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. അതാണ് ലാസ്റ്റ് സിന്ധു ഒരു ചെറിയൊരു നോട്ടിൽ അവിടെ പറഞ്ഞു വെക്കുന്നത്. വീഡിയോയുടെ ലാസ്റ്റ് അവർ ചെറിയൊരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ഇവരുടെ കയ്യിൽ 30-ാം തീയതി മുതൽ ഉള്ളതാണ്. ഈ പ്രൂഫ് ഇവരെ ഓഫീസിൽ കൊണ്ടുവരുന്നതും ഇവർ സംസാരിക്കുന്നതും ഇവർ ഇത് സമ്മതിക്കുന്നതിൻ്റെയൊക്കെ അല്ല. പക്ഷേ അത് അവരുടെ കയ്യിലുണ്ടായിട്ട് അവർ ഇതുവരേക്കും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഇവർക്കെതിരായിട്ട് ഫാമിലിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് അങ്ങനെ ആ കേസ് ഉള്ളതല്ല, അത് വെറും അലിഗേഷൻ മീൻസ് ഇവർ കൊടുത്ത കേസിനെതിരായിട്ട് ഒരു കൗണ്ടർ കേസായിട്ട് ഇവർ കൊടുത്തതാണ്. അത് വാലിഡ് ആയിട്ടുള്ളൊരു കേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആ വീഡിയോ പുറത്ത് വിടേണ്ടി വന്നു എന്നുള്ളതാണ് അവരതിൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ കാണിച്ചതൊരു ക്രൈമാണ്. 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് അല്ല. അത് അവർ ചെയ്തു, അവരെ കൈയോടെ പൊക്കി വിത്ത് എവിഡൻസ്. അപ്പോൾ അതിലവർ ചെയ്യേണ്ടിയിരുന്നത് മാക്സിമം അവരോട് കോപ്പറേറ്റ് ചെയ്ത് ബെഗ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ തിരിച്ച് അവരെ ഒരു വേറൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്താത്ത രീതിക്ക് ഇവർ നിൽക്കണമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്തിട്ടില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കാരണം ദിയ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ അത് ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദിയെ വിളിച്ചിട്ട് ബെഗ് ചെയ്ത ടീമാണ്. അപ്പോൾ ആ സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിലോ അവർക്ക് പിടിച്ചു നിൽക്കാനോ അതോ ഇവരോടുള്ള ദേഷ്യം തീർക്കാനോ തിരിച്ച് കേസ് കൊടുത്തു. ആ കേസിനെ തല്ലിപ്പൊളിച്ചിടുന്ന രീതിക്കുള്ള വീഡിയോ പ്രൂഫ് അത് അവരും ഇട്ടു, കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തുനിന്നും ഫാമിലിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഇനി എന്തായാലും അവർ കൊടുത്ത കേസ് നിൽക്കത്തില്ല.
ഇവർ ചെയ്ത ക്രൈമിൻ്റെ എല്ലാ പ്രൂഫും ഇവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് ഇതിനുള്ള പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അറസ്റ്റ് ഇത്രയും എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.